എല്ലാവർക്കും നമസ്കാരം. KAS ട്യൂട്ടറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പസഫിക് റിംഗ് ഓഫ് ഫയറിനെ പറ്റി പഠിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം ലോകത്തിലെ മോസ്റ്റ് ഓഫ് ദി വോൾക്കാനോസും കാണപ്പെടുന്നത് ഈ ഒരു റിങ്ങിലാണ്. ഓക്കെ, വോൾക്കാനോസിൻ്റെ ഹോട്ട്സ്പോട്ടാണ് ഇവിടെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഏകദേശം 100ഓളം വോൾക്കാനോസ് ഇവിടെ ഉണ്ട്. വോൾക്കാനോസ് മാത്രമല്ല, ക്വിക്സും ഇവിടെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ജപ്പാൻ ഭൂകമ്പങ്ങൾ വളരെ കൂടുതലുള്ള രാജ്യമാണ്. ജപ്പാൻ ഈ പസഫിക് റിംഗ് ഓഫ് ഫയറിലുള്ള ഒരു കൺട്രിയാണ്. ആ ഒരു ഭാഗത്താണ് ജപ്പാൻ്റെ ലൊക്കേഷൻ. ഓക്കെ, ഇവിടെ വോൾക്കാനോസ് കൂടുതലുള്ള ഒരു കാരണം ഇത് പ്ലേറ്റ് ബൗണ്ടറി ആയതുകൊണ്ടാണ്. ഒരു പ്ലേറ്റിൻ്റെ ബൗണ്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വീക്കായിട്ടുള്ളൊരു ഏരിയ ആണ്. അതിലൂടെ ലാവയ്ക്ക് എളുപ്പം പുറത്തു കിടക്കാം. കൺവെക്ഷൻ കറണ്ടിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൺവെക്ഷൻ കറണ്ട് വഴി പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്ന ലാവ ഇതുപോലെയുള്ള വീക്ക് ഏരിയയിൽ കൂടെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരും. അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്ത്, അതായത് ബൗണ്ടറിയിൽ, പ്ലേറ്റ് ബൗണ്ടറി കൂടെ ലാവ പുറത്തേക്ക് വരുന്നതും ഇങ്ങനെയുള്ള ഏരിയയിൽ വോൾക്കാനോസ് കൂടുതലായിട്ട് കാണപ്പെടുന്നതും. ഇവിടെ വോൾക്കാനോസും ഭൂകമ്പങ്ങളും കൂടുതൽ ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം വെച്ചാൽ ഇതൊരു സോൺ ഓഫ് സബ്ഡക്ഷൻ ആയതുകൊണ്ടാണ്. സോൺ ഓഫ് സബ്ഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പ്ലേറ്റ്സ് അടുത്തേക്ക് വരുമ്പോൾ, അതായത് കൺവേർജ് ചെയ്യുമ്പോൾ ഒരു പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഡെൻസർ ആയിട്ടുള്ള പ്ലേറ്റ് സബ്ഡക്റ്റ് ചെയ്ത് ലെസ് ഡെൻസർ ആയിട്ടുള്ള പ്ലേറ്റിൻ്റെ അടിയിലേക്ക് പോകും. അതായത് ഇപ്പോൾ ഇതാണ് ഒരു പ്ലേറ്റ്, ഇത് ഒരു പ്ലേറ്റും. അപ്പോൾ ഇത് ഓഷ്യാനിക് ക്രസ്റ്റ് ആണ്. ഈ ഓഷ്യാനിക് ക്രസ്റ്റ് ഈ ഒരു പ്ലേറ്റിൽ കൊണ്ടിടിക്കുമ്പോൾ ഇതാണ് ഡെൻസർ എന്ന് ഊഹിക്കുക. ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഈ ഓഷ്യാനിക് ക്രസ്റ്റ് കൂട്ടിയിടിക്കുമ്പോൾ ഇത് ഡെൻസർ ആയതുകൊണ്ട് ഇതിങ്ങനെ മറ്റേ പ്ലേറ്റിൻ്റെ അടിയിലോട്ട് പോകും. ഓക്കെ, അതിൽ ഈ ഒരു സോണിനെയാണ് നമ്മൾ എന്ത് പറയുക, സോൺ ഓഫ് സബ്ഡക്ഷൻ എന്ന് പറയുക. ഓക്കെ, ഈ ഒരു ഏരിയ ആയതുകൊണ്ടും കൂടിയാണ് എന്ത് സംഭവിക്കുന്നത്, വോൾക്കാനോസ് കുറച്ചും കൂടി ഉണ്ടാകുന്നത്. കാരണം ഈ സബ്ഡക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്ലേറ്റിൻ്റെ ഏരിയ അല്ലേ, ഈ ഒരു പ്ലേറ്റിൻ്റെ ഏരിയ ഇവിടെ വന്നിട്ട് ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. മെല്ലെ മെല്ലെ ഇത് ലാവയായിട്ട് മാറും. ഈ പോർഷൻ കൺവേർട്ട് ആവും. എന്നിട്ടത് മെല്ലെ ഇതിൽ കൂടെ മുകളിലോട്ട് വരാൻ തുടങ്ങും. നമ്മൾ കൺവെക്ഷൻ കറണ്ട് തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. ആ ഒരു പ്രോസസ്സ് വഴി ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് മുകളിലോട്ട് വരുന്ന സമയത്ത് വീക്കർ ഏരിയയിൽ, അതായത് ഇപ്പോൾ ഇതൊരു വീക്കർ ഏരിയയാണ്, കാരണം പ്ലേറ്റിൻ്റെ ബൗണ്ടറി പറയുമ്പോൾ വളരെ വീക്കറാണ്. അപ്പോൾ ആ ഒരു പോർഷനിൽ കൂടെ ഇതിങ്ങനെ മെല്ലെ മുകളിലോട്ട് വരും. എന്നിട്ട് ലാവയായിട്ട് പുറത്തേക്ക് വരും, അതായത് വോൾക്കാനോസ്. ഓക്കെ, അതായത് ഇതുപോലൊരു കട്ടിയുള്ള സ്ഥലത്തിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ലാവയ്ക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നത് ഇതുപോലെയുള്ളൊരു സബ്ഡക്ഷൻ സോണിലാണ്. കാരണം ഇവിടെ ഓൾറെഡി ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിൽ ഇടിച്ചിട്ട് ഒരു ഡെൻസർ ആയിട്ടുള്ള പോർഷൻ വേറൊരു ലെസ് ഡെൻസർ ആയിട്ടുള്ള ഒരു പ്ലേറ്റിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ഹീറ്റൊക്കെ വളരെ കൂടുതലായതുകൊണ്ടും പ്രഷറും കൂടുതലായതുകൊണ്ടും ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു പോർഷൻ എന്ത് ചെയ്യും, ലാവയായിട്ട് മാറും. ഈ ലാവ പയ്യെ കംപ്രഷൻ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, കൂടാതെ കൺവെക്ഷണൽ കറണ്ട് ഉണ്ട്. ഇത് മെല്ലെ മുകളിലോട്ട് വരും. ഇവിടെ തന്നെ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു പോർഷനിലും ആവാം. പക്ഷേ ഈ അടുത്തുള്ള പോർഷനിലുള്ള ഏരിയയിൽ കൂടെ അതിന് എവിടെയാണോ എളുപ്പത്തിൽ പുറത്തേക്ക് വരാൻ പറ്റുന്നത് ആ ഒരു ഏരിയ കൂടെ അത് പുറത്തേക്ക് വരും. അങ്ങനെ ഇതെന്താവും, വോൾക്കാനോ ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു പ്രോസസ്സാണ് സോൺ ഓഫ് സബ്ഡക്ഷൻ നടക്കുന്നത്. ഈ ഒരു പ്ലേറ്റ് ഇടിച്ചിട്ട് ആ ഒരു സബ്ഡക്റ്റ് ചെയ്യുന്നൊരു പോർഷനാണ് നമ്മൾ എന്ത് പറയുക, സോൺ ഓഫ് സബ്ഡക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റ് മനസ്സിൽ വെക്കുക. ഇത് മാത്രമല്ല, ഈ റിംഗ് ഓഫ് ഫയറിൻ്റെ അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സോൺ ഓഫ് സബ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി പസഫിക് റിംഗ് ഓഫ് ഫയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 5 പ്ലേറ്റുകളുണ്ട്. ഒന്ന് പസഫിക് പ്ലേറ്റ്, അതായത് ഇതാണ് നമ്മുടെ പസഫിക് പ്ലേറ്റ്. ഓക്കെ, ഇനി യൂറേഷ്യൻ പ്ലേറ്റ്, ഇതാണ് യൂറേഷ്യൻ പ്ലേറ്റ്. നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, പിന്നെ ഇവിടെ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും ഉണ്ട്. ഓക്കെ, അങ്ങനെ 5 പ്ലേറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഈ 5 പ്ലേറ്റിൽ പസഫിക് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഓഷ്യാനിക് പ്ലേറ്റ് ആണ്. ബാക്കിയുള്ള 4 എണ്ണങ്ങളും കോണ്ടിനെൻ്റൽ പ്ലേറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഷ്യാനിക് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഡെൻസറാണ് കമ്പയർഡ് ടു
കോണ്ടിനെൻ്റൽ പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഡെൻസറായിട്ടുള്ള ഓഷ്യാനിക് പ്ലേറ്റ്, അതായത് പസഫിക് പ്ലേറ്റ് അടുത്തുള്ള ലെസ് ഡെൻസർ ആയിട്ടുള്ള കോണ്ടിനെൻ്റൽ പ്ലേറ്റുമായിട്ട് ഇടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ ഓഷ്യാനിക് പ്ലേറ്റ് മറ്റുള്ള ലെസ് ഡെൻസർ ആയിട്ടുള്ള കോണ്ടിനെൻ്റൽ പ്ലേറ്റിൻ്റെ അടിയിലേക്ക് സബ്ഡക്റ്റ് ചെയ്തു പോകും. ഓക്കെ, നോക്കണം, ഈ ഒരു പസഫിക് പ്ലേറ്റിൻ്റെ ചുറ്റുമുള്ളത് എന്താണ്? കോണ്ടിനെൻ്റൽ പ്ലേറ്റുകളാണ്. അപ്പോൾ ഇവിടെ എല്ലാം സബ്ഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബെൽറ്റ് പോലെയായിട്ട് എന്ത് വരും? സബ്ഡക്ഷൻ സോൺ വരും. ഓക്കെ, ആദ്യമേ ഈ ഒരു പോർഷനിൽ നോക്കുകയാണെങ്കിൽ നോർത്ത് അമേരിക്കയുടെ ഈ പസഫിക് പ്ലേറ്റ് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നൊരു പ്ലേറ്റാണ്. ഓക്കെ, കമ്പയർഡ് ടു ബാക്കിയുള്ള പ്ലേറ്റുകൾ പസഫിക് പ്ലേറ്റ് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നൊരു പ്ലേറ്റാണ്. അതുകൊണ്ട് കൂടിയാണ് ഇവിടെ ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുതൽ, അതായത് ഇറപ്ഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ മുകളിലേക്ക് ഇതിപ്പോൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ നോർത്ത് അമേരിക്കൻ പ്ലേറ്റിൻ്റെ അടിയിൽ ഇത് സബ്ഡക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പോർഷനായി ഇവിടെ മുഴുവൻ എന്താവും? നേരത്തെ സബ്ഡക്ഷൻ ആ തിയറി വെച്ച് പറഞ്ഞ പോലെ ഇവിടെ മുഴുവൻ നമുക്ക് വോൾക്കാനോസ് കാണാം. ഓക്കെ, ഈ ബെൽറ്റിൽ മുഴുവൻ. അടുത്തത് ഇവിടെ സൗത്ത് അമേരിക്കൻ പ്ലേറ്റും, ഇവിടെയും ഇത് സബ്ഡക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് പസഫിക് പ്ലേറ്റ് ഓഷ്യാനിക് പ്ലേറ്റ് ആണ്, ഇത് സൗത്ത് അമേരിക്കൻ പ്ലേറ്റ് എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ പ്ലേറ്റ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ കൺവേർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും? ഈ പസഫിക് പ്ലേറ്റും ഈ സൗത്ത് അമേരിക്കൻ പ്ലേറ്റിൻ്റെ താഴോട്ട് സബ്ഡക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? വോൾക്കാനോസ് ഉണ്ടാവും. ഇനി അടുത്ത പോർഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ യൂറേഷ്യൻ പ്ലേറ്റാണ്. സെയിം പ്രോസസ്സ് ഇവിടെ ഉണ്ടാവും. കൂടാതെ മറ്റേ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിൻ്റെ അവിടെ ഇതേ പ്രോസസ്സ് ഉണ്ടാവും. കാരണം ഇതൊക്കെ ഈ പ്ലേറ്റുകളോടൊക്കെ ഇടിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? സബ്ഡക്റ്റ് ചെയ്തിട്ട് ഈ പ്ലേറ്റുകളുടെ അടിയിലേക്ക് പോവുക ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഈ പോർഷനും എല്ലായിടത്തും തന്നെ എന്തുണ്ടാവും? ഒരു സോൺ ഓഫ് സബ്ഡക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കുക? ഇവിടെയൊക്കെ തന്നെയും ലാവ ഉണ്ടാവാനും ആ ലാവ മുകളിലേക്ക് വരാനായിട്ടും ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി വേറൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കൺവേർജൻ മൂവ്മെൻറ്റ്സ് ആണ് നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൺവേർജൻ മൂവ്മെൻറ്റ്സ് നടക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാകുന്നൊരു പ്രോസസ്സ്, അതായത് ഒരു ഫിസിക്കൽ ഫീച്ചർ ഉണ്ട്, അതായത് ഫോൾഡ് മൗണ്ടൻസ്. അത് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് പോയിന്റിൽ പറയാം. ഒന്നാമത് റോക്കി മൗണ്ടൻസ് കാണപ്പെടുന്നത് നോർത്ത് അമേരിക്കയിലാണ്. ഈ പസഫിക് പ്ലേറ്റ് നോർത്ത് അമേരിക്കൻ പ്ലേറ്റിൻ്റെ അവിടെ സബ്ഡക്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്ലേറ്റ് ഫോൾഡഡ് ആയിട്ട് റോക്കി മൗണ്ടൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലെ ആൻഡീസ് മൗണ്ടൻ, അത് പസഫിക് പ്ലേറ്റ് ഈ സൗത്ത് അമേരിക്കൻ പ്ലേറ്റുമായിട്ട് സബ്ഡക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഒരു ഫോൾഡ് മൗണ്ടൻ ഉണ്ടാകുന്നുണ്ട്, അതാണ് ആൻഡീസ് മൗണ്ടൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ജസ്റ്റ് എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കുക. ഇവിടെ വോൾക്കാനോസും ഉണ്ട്, കൂടാതെ ഇവിടെ എർത്ത് ക്യൂക്സും ഉണ്ട്. അതും കൂടി ഒരു പോയിൻ്റാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും ആക്റ്റീവായിട്ട് മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു പസഫിക് പ്ലേറ്റ് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ മൂവ്മെൻറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു ചെറിയ ഇളക്കം തട്ടും. അത് ചിലപ്പം പ്രഷർ ഈ വോൾക്കാനോസ് ഒന്നുകിൽ വോൾക്കാനോസായിട്ട് വരാം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? എർത്ത് ക്യൂക്കായിട്ട് വരാം. അതും അല്ലെങ്കിൽ ഇതിപ്പം കടലിൻ്റെ അടിത്തട്ടിലാണ് ഈ സംഭവങ്ങൾ ഈ മൂവ്മെൻറ്റ്സ് നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് സുനാമിയായിട്ടും വേണമെങ്കിൽ വന്നേക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ പസഫിക് റിംഗ് ഓഫ് ഫയറിനെ പറ്റി പഠിക്കാനുള്ളത്. അതായത് പസഫിക് റിംഗ് ഓഫ് ഫയർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തത്? അതായത് പസഫിക് പ്ലേറ്റിന് ചുറ്റുമായിട്ടാണ് പസഫിക് റിംഗ് ഓഫ് ഫയർ ഉള്ളത്. അതിന് ചുറ്റും 4 പ്ലേറ്റുകളുണ്ട്. യൂറേഷ്യൻ പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, പിന്നെ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്. ഈ ഒരു ബൗണ്ടറി, പസഫിക് പ്ലേറ്റിൻ്റെ ബൗണ്ടറി ഈ 4 പ്ലേറ്റുകളായിട്ട് എവിടേക്കാണോ ഷെയർ ചെയ്യുന്നത് ആ ഒരു റിങ്ങിലാണ് എന്തുണ്ടാവുന്നത്? പസഫിക് റിംഗ് ഓഫ് ഫയർ ഉണ്ടാകുന്നത്. ഇത് ഉണ്ടാകാനുള്ള 2 കാരണങ്ങളുണ്ട്. ഒന്നത് ബൗണ്ടറി ആയതുകൊണ്ടാണ്, പിന്നെ ഇതൊരു സോൺ ഓഫ് സബ്ഡക്ഷൻ ആയതുകൊണ്ടാണ്. സോൺ ഓഫ് സബ്ഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെൻസറായിട്ടുള്ള ഒരു പ്ലേറ്റ് ലെസ് ഡെൻസറായിട്ടുള്ളൊരു പ്ലേറ്റുമായിട്ട് കൺവേർജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിലേക്ക് സബ്ഡക്റ്റ് ചെയ്തു പോകും. ഏത്? ഡെൻസറായിട്ടുള്ളൊരു പ്ലേറ്റ് ലെസ് ഡെൻസറായിട്ടുള്ള പ്ലേറ്റിൻ്റെ അടിയിലേക്ക് സബ്ഡക്റ്റ് ചെയ്തു പോകും. അതാണ് സോൺ ഓഫ് സബ്ഡക്ഷൻ. ആ ഒരു ഏരിയയാണ് നമ്മൾ സോൺ ഓഫ് സബ്ഡക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഏരിയയിൽ വോൾക്കാനോസും ക്യുക്സും സുനാമിയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. സുനാമി എന്ന് പറയുമ്പോൾ കടലിൽ നിന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടലായിട്ട് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിൻ്റാണ്. നമ്മളത് ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ വിത്ത് മാപ്പ് ഒരു പസഫിക് പ്ലേറ്റ് വരച്ചിട്ട് കൂടെയുള്ള പ്ലേറ്റുകളും, അതായത് 4 പ്ലേറ്റുകളും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നന്നായിട്ട് മാപ്പൊക്കെ വരച്ചിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്നൊരു ആൻസർ ആവും. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഇന്നത്തേക്ക് നമുക്ക് റിംഗ് ഓഫ് ഫയർ ഏകദേശം ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഷ്യാനിക് പ്ലേറ്റ് ആൻഡ് കോണ്ടിനെൻ്റൽ പ്ലേറ്റ് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഹിമാലയൻ ഫോർമേഷൻ നോക്കാം. KAS യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.